ദൈവനാമത്വപ്പെടട്ടെ. എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 14:11 ഇങ്ങനെ വായിക്കുന്നു: എന്നാണ് എൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നെ കേൾക്കുന്ന ആ ദൈവവൈതലേ, യേശു ക്രിസ്തു അതാ വേഗത്തിൽ കടന്നു വരുന്നു. ഇതുവരെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളോടുള്ള ദൂത നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചാട്ടെ. അവൻ നിങ്ങളുടെ സമ്പത്ത് ചോദിക്കുന്നില്ല, നിങ്ങളുടെ പദവി ചോദിക്കുന്നില്ല, അതെ, നിങ്ങളുടെ മറ്റൊന്നും ചോദിക്കുന്നില്ല, നിങ്ങളുടെ ഹൃദയമല്ലാതെ. ഇന്ന് പകലിൽ നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാവോ? അതെ, സ്വന്തം രക്ഷിതാവായി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നിങ്ങൾക്ക് ഹൃദയം കൊണ്ടൊന്ന് അംഗീകരിക്കാവോ? ഹൃദയം കൊണ്ടൊന്ന് സ്വീകരിക്കാവോ? വായ് കൊണ്ടൊന്ന് ഏറ്റുപറയാമോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ നിത്യതയ്ക്ക് അവകാശികളായി തീരും. അതെ, നിങ്ങൾ ആ നിത്യത നഷ്ടപ്പെടുത്തത്തില്ല. അതെ, കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു: എല്ലാ മുഴങ്കാലും മടങ്ങും. അതെ, ഇപ്പോൾ ദൈവസന്നിധി ഈ ദൈവശബ്ദത്തിന് മുമ്പിൽ നിങ്ങളുടെ മുട്ട് മടങ്ങിയില്ല എങ്കിൽ, അതെ, അവൻ വേഗത്തിൽ വരുന്നു. അതെ, ആ ദിവസം വളരെ ആസന്നമായിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദത്തിന്, യേശുക്രിസ്തുവിൻ്റെ ശബ്ദത്തിന് നിങ്ങളുടെ ഹൃദയം മടങ്ങിയില്ല എങ്കിൽ, നിങ്ങളുടെ മുട്ട് മടങ്ങിയില്ല എങ്കിൽ, സ്തോത്രം, അവൻ വേഗത്തിൽ വരുന്നു. എല്ലാവരും അവൻ്റെ ശബ്ദത്തിന് മുമ്പിൽ, അവൻ്റെ മുമ്പിൽ അവൻ നിങ്ങളുടെ മുട്ട് മടക്കേണ്ടതായിട്ട് വരുന്നു. കർത്താവിൻ്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:10-11 ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അതെ, ഇപ്പോൾ പറഞ്ഞില്ല എങ്കിൽ ഏറ്റുപറയേണ്ടി വരും. ആ സമയം അതെ, നമ്മൾ കൈവിടപ്പെടുകയും ചെയ്യും. ഏറ്റുപറഞ്ഞില്ല എങ്കിൽ, ഇപ്പോൾ ഏറ്റുപറഞ്ഞില്ല എങ്കിൽ ആ സമയം നമ്മൾ കൈവിടപ്പെട്ടു പോകും. നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ സാധിക്കത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഇന്ന് പകലിൽ ഈ ശബ്ദത്തിന് മുമ്പിൽ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചാണ്. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടത്രേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേൾക്കുവാൻ ഇടയായത്. അവന്റെ ഇഷ്ടത്തിനായി, അവന്റെ ഹിതത്തിനായി നമ്മളെ തന്നെ സമർപ്പിച്ചാട്ടെ. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ശക്തമായി അതെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനിട്ട് നന്ദി. ഇതുവരെ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് അവരോട് ഇടപെട്ടതിനിട്ട് നന്ദി. കർത്താവെ, ആ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ, കർത്താവെ, അങ്ങ് ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവിൻ്റെ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് ജീവനെ തന്ന, അങ്ങയുടെ ജീവനെ തന്ന ഞങ്ങളെ സ്നേഹിച്ചത് കർത്താവെ, അത് അലക്ഷ്യമാക്കി കളയാതെ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കണമെന്ന് സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച വിധത്തിനായിട്ട് ഒരിക്കൽ കൂടി യേശുവിനോട് നന്ദി പറയുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥിച്ചിട്ട് നന്ദി. സകലമാനവും മഹത്വം കർത്താവ് ഞങ്ങൾക്ക് ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും.